നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് എലിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വർധന. 11 മാസത്തിനിടെ സംസ്ഥാനത്ത് 5000-ലധികം രോഗബാധിതർ എന്ന റിപ്പോർട്ടുകൾ. 356 പേർ എലിപ്പനി ബാധിച്ചു മരിച്ചു. ശ്രീനാരായണപുരത്ത് ദേശീയപാതയിൽ ബൈക്ക് അപകടം, വിദ്യാർത്ഥി മരിച്ചു. ശ്രീനാരായണപുരം പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് തെന്നിമറിഞ്ഞായിരുന്നു അപകടം. വരന്തരപ്പള്ളിയിലെ അർച്ചനയുടെ മരണവുമായി ബന്ധപ്പെട്ട് അമ്മായിയമ്മയും അറസ്റ്റിൽ. നേരത്തെ അർച്ചനയുടെ അച്ഛന്റെ പരാതിയിൽ ഭർത്താവ് ഷാരോണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് എലിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വർധന. 11 മാസത്തിനിടെ സംസ്ഥാനത്ത് 5000-ലധികം രോഗബാധിതർ എന്നാണ് റിപ്പോർട്ടുകൾ. 356 പേർ എലിപ്പനി ബാധിച്ചു മരിച്ചു. സർക്കാർ ആശുപത്രികളിലെ കണക്കുകളാണിത്. പ്രതിമാസം 32 പേർ എലിപ്പനി ബാധിച്ചു മരിക്കുന്നു. സംസ്ഥാനത്ത് എലിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വർധന. 11 മാസത്തിനിടെ സംസ്ഥാനത്ത് 5000-ലധികം രോഗബാധിതർ. ഈ വർഷം മരിച്ച 386 പേരിൽ 207 പേർക്ക് മരണത്തിനു മുമ്പ് രോഗം സ്ഥിരീകരിച്ചിരുന്നു. 149 പേരുടെ മരണം എലിപ്പനി ലക്ഷണങ്ങളോടെയുമാണ്. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ ആശങ്കയിലാണ് ആരോഗ്യവകുപ്പും പൊതുജനങ്ങളും. മണ്ണിൽ എലി, പൂച്ച, നായ, കന്നുകാലികൾ എന്നിവയുടെ മൂത്രത്തിലുണ്ടാകുന്ന ലെപ്റ്റോസ്പൈറോ ബാക്ടീരിയകളാണ് എലിപ്പനിക്ക് കാരണം. ശരീരത്തിലുണ്ടാകുന്ന ചെറിയ മുറിവുകളിലൂടെയും രോഗബാധയുണ്ടാകാം. ശക്തമായ തലവേദനയോടും ശരീരവേദനയോടും കൂടിയ പനിയാണ് പ്രധാന ലക്ഷണം. കഠിനമായ ക്ഷീണം, പേശിവേദന, നടുവേദന, വയറിളക്കം എന്നിവയും ലക്ഷണങ്ങൾ. പ്രാരംഭഘട്ടത്തിൽ ചികിത്സിച്ചാൽ പൂർണ്ണമായും രോഗമുക്തി നേടാം. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ശ്രീനാരായണപുരത്തെ ദേശീയപാതയിൽ ബൈക്ക് അപകടം, വിദ്യാർത്ഥി മരിച്ചു. ശ്രീനാരായണപുരം പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് തെന്നിമറിഞ്ഞായിരുന്നു അപകടം. ബൈക്കിലുണ്ടായിരുന്ന മതിലകം സ്വദേശി പാലക്കാട്ടുപറമ്പിൽ നജീബിന്റെ മകൻ മുഹമ്മദ് അദ്നാൻ 18 വയസ്സാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന അമീൻ നൌഫൽ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ 9:30ഓടെയായിരുന്നു അപകടം. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിലെ ബിവോക് 1ാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും. വരന്തരപ്പള്ളിയിലെ അർച്ചനയുടെ മരണവുമായി ബന്ധപ്പെട്ട് അമ്മായിയമ്മയും അറസ്റ്റിൽ. നേരത്തെ അർച്ചനയുടെ അച്ഛന്റെ പരാതിയിൽ ഭർത്താവ് ഷാരോണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഷാരോണിന്റെ അമ്മ മക്കോത്ത് വീട്ടിൽ രജനിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്ത്രീധന പീഡന വകുപ്പുകൾ ചുമത്തിയാണ് ഷാരോണിന്റെ അമ്മ മക്കോത്ത് വീട്ടിൽ രജനിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഭർത്തൃപീഡനത്തിൽ മനം നൊന്താണ് അർച്ചന ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. അതേസമയം അർച്ചനയുടെ മരണം ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. അർച്ചനയുടെ മരണം കൊലപാതകമെന്ന് കരുതാനുള്ള തെളിവുകൾ പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ പ്രാഥമിക കണ്ടെത്തലിൽ ഇല്ല. മരണസമയത്ത് വീട്ടിൽ ഭർത്താവ് ഷാരോൺ ഉണ്ടായിരുന്നില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. അങ്കണവാടിയിൽ പോയ സഹോദരിയുടെ കുട്ടിയെ വിളിക്കാൻ അമ്മ പോയ സമയത്തായിരുന്നു അർച്ചന തീ കൊളുത്തിയത്. ആത്മഹത്യ ഭർത്തൃവീട്ടിലെ പീഡനം മൂലമാണെന്നും ശാരീരികമായും മാനസികമായും ഭർത്താവ് ഷാരോൺ അർച്ചനയെ ഉപദ്രവിച്ചിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു. മനക്കലക്കടവ് വെളിയത്തുപറമ്പിൽ ഹരിദാസിന്റെയും ജിഷയുടെയും മകളാണ് മരിച്ച അർച്ചന. 20 വയസ്സായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെ വീടിന് പുറകിലെ കോൺക്രീറ്റ് കാനയിലാണ് അർച്ചനയുടെ മൃതദേഹം കണ്ടെത്തിയത്. വീടിനുള്ളിൽ വെച്ച് തീ കൊളുത്തിയ ശേഷം പുറത്തേക്ക് ഓടിയതാകാമെന്നാണ് നിഗമനം. മീഡിയ ടൈം, പുതുക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കർശന സുരക്ഷാ പരിശോധനകൾക്കിടയിൽ ഇരിങ്ങാലക്കുടയിൽ വൻ രാസലഹരി വേട്ട. അതിമാരക രാസലഹരിയായ 245.72 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഇരിങ്ങാലക്കുട ഠാണാവിൽ നടത്തിയ പരിശോധനയിലാണ് കൊടുങ്ങല്ലൂർ എറിയാട് മാടവന സ്വദേശി മടത്തിപ്പറമ്പിൽ വീട്ടിൽ 32 വയസ്സുള്ള ഫഹദിനെ അറസ്റ്റ് ചെയ്തത്. ഫഹദ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ മദ്യലഹരിയിൽ മനുഷ്യജീവൻ അപകടം വരത്തക്ക വിധം കാർ ഓടിച്ച കേസിലെ പ്രതിയാണ്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മാള ഡിവിഷൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി MR അപ്പുക്കുട്ടന്റെ സ്ഥാനാർത്ഥി പര്യടനം നടന്നു. ആലമുറ്റത്ത് CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. 9-ാം തീയതി എറണാകുളം മുതൽ തെക്കോട്ടുള്ള 7 ജില്ലകളിലും 11-ാം തീയതി തൃശ്ശൂർ മുതൽ വടക്കോട്ടുള്ള 7 ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം പ്രഖ്യാപിക്കുന്നത് 13-ാം തീയതിയാണ്.
13-ാം തീയതി ഏകദേശം 11-11:30 ഫലപ്രഖ്യാപനം വരും. അപ്പം എന്ത് സംഭവിക്കും, എന്ത് ഫലമാണ് വരാനിരിക്കുന്നത് എന്ന് അറിയാൻ ഞങ്ങളുടെ മടത്തുംപടിയിൽ ഒരു കാവുണ്യാശാനുണ്ടായിരുന്നു. അയാളുടെ പടിക്ക് പോയി പ്രശ്നം വെച്ച് നോക്കേണ്ട യാതൊരു കാര്യവും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സംബന്ധിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൂത്തുവാരും എന്ന കാര്യത്തിൽ സംശയമേയില്ല. CPI സംസ്ഥാന കൗൺസിൽ അംഗം KV വസന്തകുമാർ, CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി PK സന്തോഷ്, കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ IS അക്ഷയ്, സെക്രട്ടറി VM വത്സൻ, PF ജോൺസൺ, PK അലി, TS പുഷ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. NDA എടവിലങ്ങ് പഞ്ചായത്ത് മഹിളാ സംഗമം നടന്നു. ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 25 കോടിയിൽ പരം വരുന്ന ജനങ്ങൾ ദാരിദ്ര്യ രേഖയുടെ മുകളിലെത്തി എന്നുള്ളതാണ്. എന്തുണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം ഇത് ഞങ്ങൾ ഉണ്ടാക്കി കാണിച്ചു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്മൃതിപഥങ്ങളിൽ ഒന്ന് അതാണ് അയോധ്യ. ആ അയോധ്യയിലെ രാമന്റെ ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഈ നാടിന്റെ പാരമ്പര്യമായിരുന്നു എന്നും ഡോക്ടർ അബ്ദുൽ കലാമിന് അറിയാമായിരുന്നു. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം RSSകാരനായിട്ടുള്ള ഇവർ കളിയാക്കിയ വർഗീയവാദി എന്ന് വിളിച്ചാക്ഷേപിച്ച അടൽ ബിഹാരി വാജ്പേയി തന്റെ മകത്തെ കയ്യിൽ പിടിച്ചത് ഡോക്ടർ അബ്ദുൽ കലാം എന്ന് പറയുന്ന നമാസ് നടത്തുന്ന നിസ്കരിക്കുന്ന പള്ളിയിൽ പോകുന്ന ഡോക്ടർ അബ്ദുൽ കലാമിനെ. എന്താ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്വപ്നം? നമ്മുടെ സ്വപ്നം മോദിജിയുടെ വാക്ക് അത് പ്രാവർത്തികമാക്കി ഇന്ന് ലോക രാജ്യങ്ങളുടെ മുന്നിലേക്ക് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യത്തേക്ക് കോവിഡ് വാക്സിൻ കൊടുത്തു. മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് രജനി രാജേഷ് അധ്യക്ഷത വഹിച്ചു. സുബീഷ് ചെത്തിപ്പാടത്ത്, AR ശ്രീകുമാർ, രജനി രാജേഷ്, പ്രിൻസി തലാശ്ശേരി, KP ജോർജ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ BJP തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും നടന്നു. MT രമേശ് ഉദ്ഘാടനം ചെയ്തു. ഈ ക്രൂരമായിട്ട് കൊലപാതകം കണ്ട് പേടിച്ചു പോയിട്ടുള്ള കുട്ടികൾ, അതിൽ പല ആളുകളും പൂർവ്വസ്ഥിതിയിലേക്ക് ഇന്നും തിരിച്ചു വന്നിട്ടില്ല. 6 or 7 കുട്ടികൾ ഇപ്പോഴും മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ നിഴലിലാണ്. ജഗദീഷ് മാസ്റ്ററുടെ രക്തവും മാംസത്തുണ്ടുകളുമെല്ലാം തെറിച്ചു വീണ പാഠപുസ്തകം അടക്കിപ്പിടിച്ച് നിലവിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഇറങ്ങി ഓടിപ്പോയിട്ടുള്ള 2 വിദ്യാർത്ഥിനികൾ കുട്ടികൾ പിൽക്കാലത്ത് മാനസികാസ്വാസ്ഥ്യം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നും 10-12 കുടുംബങ്ങൾ ആ അഭിശപ്തമായിട്ടുള്ള ഓർമ്മയുടെ നിഴലിൽ ജീവിക്കുകയാണ്. ജഗദീഷ് മാസ്റ്ററുടെ ഉജ്ജ്വലമായിട്ടുള്ള ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപാട് അശ്രുപൂക്കൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ജയകൃഷ്ണനടക്കം ഈ കേരളത്തിലെ 100 കണക്കിന് ധീരരായിട്ടുള്ള നമ്മുടെ ബലിദാനികൾ ഉയർത്തിയിട്ടുള്ള വലിയ സ്വപ്നം കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണിൽ ഡിസംബർ 13-ാം തീയതി നിങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഏറ്റവും ആവേശകരമായ ഒരു ദിനത്തിലാണ് ഞാനിത് പറഞ്ഞത്. PK രവീന്ദ്രൻ, TJ ജെമി, ER ജിതേഷ്, MA വിനോദ്, AR ഉണ്ണികൃഷ്ണൻ, ദിനിൽ മാധവ്, TB സജീവൻ, KS സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് നഴ്സറി സ്കൂൾ, LP സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. 1-ാം ക്ലാസ് വിദ്യാർത്ഥി ഋതിക് ജ്യോതികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് എലിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വർധന. 11 മാസത്തിനിടെ സംസ്ഥാനത്ത് 5000-ലധികം രോഗബാധിതർ എന്ന റിപ്പോർട്ടുകൾ. 356 പേർ എലിപ്പനി ബാധിച്ചു മരിച്ചു. ശ്രീനാരായണപുരത്ത് ദേശീയപാതയിൽ ബൈക്ക് അപകടം, വിദ്യാർത്ഥി മരിച്ചു. ശ്രീനാരായണപുരം പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് തെന്നിമറിഞ്ഞായിരുന്നു അപകടം. വരന്തരപ്പള്ളിയിലെ അർച്ചനയുടെ മരണവുമായി ബന്ധപ്പെട്ട് അമ്മായിയമ്മയും അറസ്റ്റിൽ. നേരത്തെ അർച്ചനയുടെ അച്ഛന്റെ പരാതിയിൽ ഭർത്താവ് ഷാരോണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.